വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്വീറ്റ് കോൺ ഫ്രിറ്റേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ 1.5 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രോസൺ സ്വീറ്റ് കോൺ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള സ്വീറ്റ് കോൺ ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്വീറ്റ് കോൺ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് കറക്കി എടുത്താൽ മതിയാവും. 1-2 വട്ടം കറക്കി എടുക്കുമ്പോഴേക്കും നന്നായിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് ഒരുപാട് അരച്ചെടുക്കരുത് കേട്ടോ, പേസ്റ്റ് പോലെ ആവരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രിറ്റേഴ്സ് ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരുപാട് ജലാംശം വരികയും ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോ 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മൈദ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. മുളക് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആയാലും ചേർക്കാം. പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. പച്ചമുളകൊക്കെ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും ഇഷ്ടമാവണമെന്നില്ല, അവർ ചിലപ്പോൾ കഴിച്ചെന്ന് വരില്ല. അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സൗകര്യത്തിന് നമുക്ക് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടി മൈദ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മൊത്തം ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ബൈൻഡ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിരിക്കുന്ന സ്വീറ്റ് കോണിൽ എന്തുമാത്രം ജലാംശമുണ്ടോ അതനുസരിച്ചിട്ടിരിക്കും നമ്മൾ ചേർക്കുന്ന മൈദയുടെ അളവും കേട്ടോ. അപ്പൊ ഓരോരുത്തരും മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ മൈദ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പും മുളകൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കൈകൊണ്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, അങ്ങനെ പിടിക്കാൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമായതിന്റെ അർത്ഥം. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി പിടിച്ചെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം. ഇനി നമുക്ക് തിളച്ച എണ്ണയിലിട്ടിട്ട് ഈ ഫ്രിറ്റേഴ്സ് ഓരോന്നായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചിലപ്പോൾ പിടിക്കുമ്പോൾ സാധാരണ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അത്രയും ചിലപ്പോൾ ഒരു ഹാർഡ് ആയിരിക്കില്ല, കുറച്ചൊരു ലൂസ് ആയിരിക്കും. പക്ഷെ പേടിക്കണ്ട, മൈദ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഷേപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് നിന്നോളും. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കുന്നതാണ് കേട്ടോ നല്ലത്. നന്നായിട്ട് മൊരിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ചെറുതാക്കി വെക്കാം. ഇപ്പൊ നമ്മുടെ ഫ്രിറ്റേഴ്സ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് കോണൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫ്രിറ്റേഴ്സ് കൂടി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നമ്മളിങ്ങനെ ഫ്രിറ്റേഴ്സ് പരത്തി റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വറുക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാവും. ഓരോന്നോരോന്നായിട്ട് ആ സമയമാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്വീറ്റ് കോൺ ഫ്രിറ്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അവർക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം.